രാജു പി നായർ, ഇവിടെ എല്ലാ ബൈ ഇലക്ഷനും ജയിച്ച് തദ്ദേശത്തിലേക്കും നിയമസഭയിലേക്കും വളരെ കോൺഫിഡന്റായി മുന്നോട്ട് പോകുന്ന കാലത്താണ് നിങ്ങൾക്ക് മുകളിലെ കസിരിവാദം പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ബോംബ് വന്ന് പതിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ അത് കേസായി ആരോപണമായി പുറത്തു വരുന്നു. സസ്പെൻഷൻ നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങൾക്കിടയിൽ രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്ന കൺഫ്യൂഷൻ എവിഡന്റ് ആയിരുന്നു അപ്പോഴും ഇപ്പോഴും. ഇന്നത്തെ വീക്ഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ്. അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്താണ് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമുടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം. വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം, അല്ലെങ്കിൽ 10 തകർത്ത് കൊല്ലുക. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന രാഹുൽ കൊടുക്കുന്ന ആഹ്വാനമാണ് ഇന്നത്തെ പാർട്ടി പത്രത്തിന്റെ മുഖപ്രസംഗം. രാജു പി നായർ, ഇനിയും നിങ്ങൾക്ക് എന്താണ് രാഹുലിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആണോ? ആ കൺഫ്യൂഷൻ നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ബോധ്യമുണ്ടോ പാർട്ടിക്ക്? രാജു പി നായർ. ഹാഷ്മി, മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതിസന്ധി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയോ FIR പോലും ഇല്ലാതിരിക്കുമ്പോൾ, ആരോപണ വിധേയന്റെ പേര് പോലും ആ പരാതിയിൽ പറയാതിരിക്കുമ്പോൾ, സ്വയം പാർട്ടിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നടപടിയെടുത്ത ഒരു പാർട്ടിയെ നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ധാർമ്മികമായ നിലപാട് അതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചർച്ചകൾ നടത്താൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായി, പാർട്ടിയുടെ എല്ലാ രക്ഷാകർത്തൃത്വവും അവസാനിച്ചു. പിന്നെ നിങ്ങൾക്ക് ചോദ്യം രാഹുലിനോടാണ്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം മുഴുവൻ രാഹുൽ മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ രാഹുൽ വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും, രാഹുലിന് അത്തരത്തിൽ മറ്റാരും വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും നിങ്ങൾക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനെ ആരോപിച്ചേ മതിയാവൂ. അത് നിങ്ങളുടെ പ്രതിസന്ധിയാണ്, മറ്റു മാർഗമില്ല. കാരണം നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ പറ്റുള്ളൂ. രാജു പി നായർ, മാധ്യമങ്ങളുടെ പ്രതിസന്ധി നിൽക്കട്ടെ. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ചോദ്യം. രാജു പി നായർ, ഇവിടെ ശരി സസ്പെൻഷൻ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ? ശബ്ദം AI ആണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് അടൂർ പ്രകാശ് MP ആയിരുന്നില്ലേ? ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ എന്താണ് കെ സുധാകരന്റെ ചേർത്ത് പിടിക്കുന്ന പ്രതികരണം കണ്ടില്ലേ? രാജു പി നായർ, പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് അല്ലേ? അതാണ് എന്റെ ചോദ്യം. അശ്മി, ഞങ്ങളുടെ പാർട്ടി, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളിപ്പോൾ 2-3 അഭിപ്രായം പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇതൊന്നുമല്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സ്ഥലം തന്നെയായിരുന്നു ഉമാ തോമസിന്റെ, ദീപ്തി മേരി വർഗീസിന്റെ, ഷാനിമോൾ ഉസ്മാന്റെ, അതുപോലെ തന്നെ സജ്ജന ഷാജി, ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ സജ്ജന ഷാജി ഉൾപ്പെടെ ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള അഭിപ്രായമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു വിഷയം വന്നാൽ ഒരു പക്ഷേ 2 അഭിപ്രായം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറെ കൂടി ജനാധിപത്യപരമായിട്ട് എഴുതാൻ പാർട്ടിക്ക് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഞങ്ങൾക്കുണ്ട്. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, PK ശശിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ, ഒരൊറ്റൊരാൾ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള നട്ടലുണ്ടായോ? ആർജവും ഉണ്ടായോ? ഇല്ലല്ലോ. പകരം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് ഇറങ്ങി നടക്കുന്നതല്ലേ നിങ്ങൾ കണ്ടത്? നമ്മുടെ ഒപ്പം ചർച്ചയ്ക്ക് ഹാഷ്മി തൃശ്ശൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്? അങ്ങേക്കും എനിക്കും അറിയാം ഒരു സ്ത്രീയുടെ പരാതിയിൽ നിന്നാണെന്ന്. ആ പരാതി പാർട്ടി നടപടിയെടുത്തു, പോലീസിലേക്ക് കൈമാറാനുള്ള ധാർമ്മിക ബലം ഇവർക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എത്ര കേസുകൾ എനിക്ക് പറയാം. P ശശിയുടെ കേസ് എന്താ ഇല്ലേ? അപ്പോൾ ഞാൻ ഒരിക്കലും വാട്ടർ ബോട്ടറിലേക്ക് പോകുന്ന ആളല്ല, ഹാഷ്മിക്ക് അറിയാം. പക്ഷേ ഞാൻ ഇന്ന് CPM-നോട് ചോദിക്കുന്നത്, ഞങ്ങൾ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ആ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കകത്ത് വിഭിന്ന അഭിപ്രായമുണ്ടെന്ന് അങ്ങ് പറയുമ്പോഴും പാർട്ടിയുടെ നയം വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതൊരാളാണെങ്കിലും ശരി, അയാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, അയാളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവാം. ആ സൗഹൃദങ്ങളൊക്കെ നാളെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതിരിക്കണം. ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ പാലക്കാട് കാണുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. കേരളത്തിന്റെ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? ശിവൻകുട്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, അദ്ദേഹത്തിനൊരു കേസില്ല, പിന്നെ ഞാൻ എങ്ങനെ മാറ്റി നിർത്തും എന്ന് ചോദിക്കുന്ന കൺഫ്യൂഷൻ ഞങ്ങളിലല്ല, ഇന്ന് CPM-ലാ ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ തടയാൻ നടന്ന CPM-കാർക്ക് തടയാൻ പറ്റാതെ പോയതും ശിവൻകുട്ടി അദ്ദേഹത്തെ തന്നെ ന്യായീകരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു, ഈ ആളെ നിയമത്തിന്റെ മുന്നിലേക്ക് വിടുകയാണ്. ഞങ്ങളുടെ യാതൊരു രക്ഷാകർത്തൃത്വവും ഇല്ല, ഞങ്ങളൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഞങ്ങൾ പറയുന്നില്ല. ഇത് മറ്റു വിഷയങ്ങൾ പോലെ പക്ഷേ ഇത് മറ്റു വിഷയങ്ങൾ പോലെ 2 നിലപാട് ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല. ഇത് എവിഡന്റായി ഒരു പെൺകുട്ടിയോട് ഒരു യുവ നേതാവ് കാണിച്ചുകൂടാത്ത അധാർമിക പണി, അതിന് നിയമവശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കോടതിയിൽ ജയിക്കുവോ തോക്കുവോ, ഈ പറയുന്ന ശാസ്ത്രമംഗലം അജിത്തിന്റെ കൂർമ്മബുദ്ധി, അതൊക്കെ അവിടെ നിൽക്കട്ടെ.
ഇത് വളരെ എവിഡൻ്റായി എല്ലാവർക്കും ബോധ്യപ്പെട്ട, എല്ലാവരെക്കാളും പാർട്ടിയുടെ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിനടക്കം കൂടുതൽ ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ രണ്ട് നിലപാട് വരേണ്ട കാര്യമില്ല, ഒരു നിലപാട് മതി. നിങ്ങൾ മുകേഷ് അടക്കം വാട്ടർ ബോട്ടിലിൽ പോകേണ്ട കാര്യമില്ല. രാജു പി നായർ, ഇതിൽ പ്രതിപക്ഷ നേതാവിനും താങ്കൾക്കും അടക്കമുള്ള ബോധ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ അണികളെ പറ്റി പോട്ടെ, നിങ്ങളുടെ നേതാക്കൾ കെ സുധാകരൻ അടക്കം, അടൂർ പ്രകാശ് അടക്കം, ആ നേതാക്കളെ പോലും വി ഡി സതീശന്റെ ബോധ്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പരാജയമല്ലേ അത്? ഹാഷ്മി, വാട്ടർ ബോട്ടിൽ പോട്ടെ, ഞാൻ അത്തരത്തിലുള്ള ആരോപണം, ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾ നടപടി എടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ടർ ബോട്ടിൽ, അല്ലേ? ഞങ്ങൾ നടപടി എടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ടർ ബോട്ടിൽ. ഞങ്ങൾ നടപടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള നിലപാടെടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ മാതൃക കാണിച്ചു, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ഈ മുകേഷിനെതിരെ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ അഭിമുഖത്തിൽ ആ മുകേഷിന്റെ ആദ്യത്തെ ഭാര്യ വന്ന് ദേഹോപദ്രവ, ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ മുകേഷിനല്ലേ 2016 ഇവർ സീറ്റ് കൊടുത്തത്? 2021 മുമ്പായിട്ട് വീണ്ടും ആ ആരോപണം ഉണ്ടായല്ലോ. മറ്റു പരാതി 2018 മീറ്റുവിന്റെ ഭാഗമായിട്ടുണ്ടായല്ലോ. ആ മുകേഷിന് വീണ്ടും അവർ സീറ്റ് കൊടുത്തില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പുതിയ പരാതി വരുന്നു, പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ടായത്. എന്നിട്ട് 2024 വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങൾ ഒരു MLA ആയിട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മറ്റു വശങ്ങൾ മാറി നിൽക്കട്ടെ, പക്ഷെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോലെ ഒരു പ്രോമിസിംഗ് ഫേസിനെ ഞങ്ങൾ ഒരു ന്യായീകരണവും പറയാതെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന അന്ന് ഈ പേര് പോലും പറയാതിരുന്നിട്ടും 24 മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മാറ്റി നിർത്തി, ഇല്ലേ? എന്നിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ അല്ല, ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ്. CPM-ന്റെ ആ ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞു. അപ്പോ അത്തരത്തിലുള്ള നടപടി എടുത്തിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ CPM-ന് കഴിയുന്നില്ല. ഇന്ന് കൺഫ്യൂഷൻ എവിടെയാ ഹാഷ്മി? EP ജയരാജൻ പറയുകയാണ്, മുകേഷ് സിനിമയിലല്ലേ, സിനിമയിൽ ബലാത്സംഗ സീനിനെ കുറിച്ചല്ലല്ലോ പരാതി വന്നത്. മുകേഷ് അഭിനയിച്ച ഏതെങ്കിലും സിനിമയിൽ ബലാത്സംഗ സീനാണോ പരാതിക്ക് ആധാരം? അല്ലല്ലോ. മുകേഷ് ആദ്യമായി അത് കേസോട് നിൽക്കുക, അത് വന്നിട്ടില്ല. മറ്റൊരാള് കൊടുത്ത പരാതി ഉൾപ്പെടെ ഈ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസല്ലേ? അപ്പൊ ഞങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഇനി P ശശി നോക്കൂ, കാസർഗോഡ് MLA-യുടെ മകൾ, അവസാനം ആ കാസർഗോഡ് MLA മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? എന്റെ ജീവിതം നശിപ്പിച്ചത് ഈ പാർട്ടിയാണെന്നാ പറഞ്ഞത്, അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം പോലും തകർക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇന്ന് അയാൾ എവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? PK ശശിക്കെതിരെ ഇപ്പൊ കാലുവെട്ടും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കെതിരെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ വിഭാഗീയത കൊണ്ട്. പക്ഷെ ഇയാൾ പെണ്ണിനെ കയറി പിടിച്ചപ്പോ, ആ DYFIയുടെ യുവതി പരാതി കൊടുത്തപ്പോ ആ പരാതി മുക്കിയവരാണ് ഇവർ. പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാതെ പരാതി മുഖ്യവരാണ്. എന്നിട്ട് അയാളെ KTDCയുടെ ചെയർമാനായിട്ട് അങ്ങനെ പഴയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടർ ബോട്ടിൽ പറയുന്നത് നമ്മുടെ ഗതികേടാണ്. പ്രമോഷൻ കൊടുക്കുന്ന പാർട്ടിയും CPM. അതിന് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയൽ നമ്മുടെ ഗതികേടാണ്. പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.